നാടുകാണി ചുരം. നാടുകാണി നല്ലൊരു പേരല്ലേ, നാടുകാണി. അപ്പോൾ നാടുകാണിയെക്കുറിച്ച് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയട്ടെ. ഈ ചുരം കയറിപ്പോയി കഴിഞ്ഞാൽ പ്രകൃതി സൗന്ദര്യമുള്ള നാടുകൾ കാണാൻ നമുക്ക് കഴിയും. സുന്ദരമായ നാടുകൾ കാണാൻ, നാട് കാണാൻ ഒരു ചുരം. അപ്പം ഞാനങ്ങനെ പേരിട്ടിരിക്കുന്നു, നാട് കാണാൻ ചുരം. ഒരുപക്ഷെ ഇതിന് വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, നമ്മളതൊന്നും അന്വേഷിക്കാൻ പോകണില്ല. നമുക്ക് തോന്നി അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ശിവസ്മൻ ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. യാത്രകളുടെ ലോകത്തേക്ക് നമ്മളെ കയറ്റിക്കൊണ്ടു പോകുന്ന നാടുകാണി ചുരത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ചെറിയൊരു വീഡിയോ ആണ് അത്, അത്യാവശ്യം കാര്യങ്ങളും അത്യാവശ്യം ഭാഗങ്ങളും. അപ്പോൾ നമ്മുടെ നാടുകാണി ചുരം ഇറങ്ങി വരാട്ട ആ കാഴ്ചകളുണ്ടത്. മനം കുളിർപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യങ്ങളും അവിടുത്തെ ജീവജാലങ്ങളും മനസ്സിലും നമ്മുടെ ക്യാമറയിലും പകർത്തിയെടുത്ത് നാടുകാണി വഴി തിരിച്ചു പോകുന്ന യാത്ര എൻ്റെ നാടായ തൃശ്ശൂരിലേക്ക്. അപ്പോൾ ഈ ചുരം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വഴിക്കട എന്ന് പറഞ്ഞ സ്ഥലം കിട്ടും. വഴിക്കടവിൽ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളാണ് നിലമ്പൂർ, പിന്നെ പെരിന്തൽമണ്ണ, വളാഞ്ചേരി, കുറ്റിപ്പുറം, പൊന്നാനി, ഗുരുവായൂർ, തൃപ്പയാറാണ് നമ്മുടെ സ്പോട്ട്. അപ്പോൾ പോണ റൂട്ട് ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത്. പിന്നെ ഈ റൂട്ട് പോയി വളാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പുതിയ ഹൈവേ കിട്ടും. തൃശ്ശൂർ, എറണാകുളം, അങ്ങനെ അവിടെ നിന്ന് തെക്കോട്ടുള്ള ജില്ലകളിലേക്കും വടക്കോട്ടുള്ള കോഴിക്കോട്, കണ്ണൂർ റൂട്ടിലേക്കും പിടിക്കാം. ഇതിൽ പെരിന്തൽമണ്ണ മാത്രമേ നമുക്ക് അത്യാവശ്യം ബ്ലോക്ക് കിട്ടുള്ളൂ. പെരിന്തൽമണ്ണ പിന്നെ നമുക്ക് ടൗൺ ടച്ച് ചെയ്യാണ്ട് പോകാൻ വേറെ വഴിയുണ്ട് കേട്ടോ, നമുക്ക് മാപ്പിട്ടാൽ കിട്ടും. അത് കഴിഞ്ഞ് വളാഞ്ചേരി വരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടിലുണ്ട് പോകാം. പിന്നെ വളാഞ്ചേരി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ഹൈവേ, പിന്നെ ഒന്നും പറയേണ്ട കാര്യമല്ല. അവിടെ നമ്മൾ പൊന്നാനി വരെ ഏകദേശം കുറേ പണികൾ കഴിഞ്ഞു, കാല് കൊടുത്ത് അങ്ങോട്ട് പോകാം. അതുപോലെ കോഴിക്കോട് ബാധിക്കും ഏകദേശം കുറേ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നാട് കാണിച്ചിരുന്നു നോക്കിയേ, വാഹനങ്ങൾ കുറവാണ്, നല്ല വീതിയേറിയ റോഡ്, നല്ല റബ്ബറൈസ്ഡ് റോഡ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ നാട് കാണിച്ചുരം കയറുമ്പോൾ ടോപ്പ് എൻഡിലൊക്കെ അത്യാവശ്യം റോഡ് മോശമായിരുന്നു കേട്ടോ. ഇപ്പോൾ റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് ചുരം റോഡ് അടിപൊളിയാട്ടാ. ഡ്രൈവിംഗ് നമുക്ക് ആസ്വദിച്ച് വണ്ടി ഓടിക്കാം. പിന്നെ ചുരത്തിൽ നല്ല രീതിയിൽ റിലാക്സ് ചെയ്ത് വണ്ടി ഓടിക്കാനും അതുപോലെ യാത്ര ചെയ്യാനും പറ്റുന്നൊരു ചുരമാണ് കേട്ടത്. നമ്മുടെ താമരശ്ശേരി ചുരം പോലെ തിരക്കും ബഹളങ്ങളൊന്നുമില്ല. അതുപോലെ നല്ല വീതിയേറിയ വലിയ നല്ല റോഡും വല്ലാണ്ട് കുത്തനെയില്ലാത്ത ഹെയർപിൻ വളവുകളും. വണ്ടി നിർത്തിയൊന്ന് വിശ്രമിക്കാന്നുണ്ടെങ്കിൽ സൈഡിലൊക്കെ നല്ലോണം പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അതുപോലെ കാടിൻ്റെ നല്ലൊരു ശാന്തതയും തണലും നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ കിട്ടും. അതുപോലെ സൈഡിലൊക്കെ നല്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. അത് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരു ലോറി നിർത്തിയിട്ടില്ല. ലോറിക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അവർക്കൊക്കെ ലോങ്ങൊക്കെ പോകുമ്പോഴേ ഇങ്ങനത്തെ ഒരു സൗകര്യം വഴിയുണ്ട്. അപ്പോൾ നല്ലൊരു സ്പേസ് കണ്ടപ്പോൾ നമ്മുടെ കോളിസ് ഇവിടെ നിർത്തി ഒന്ന് വീഡിയോ പിടിക്കാമെന്ന് വെച്ചു. ഈ ചുരത്തിൽ ചില ഭാഗങ്ങൾക്ക് നല്ലോണം ഏരിയ ഉണ്ട് വണ്ടികളൊക്കെ നിർത്താൻ, പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ നല്ല ഏരിയ ഉള്ള ഭാഗമാണ് ചില ഭാഗങ്ങളൊക്കെ. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, അവിടെ ആനത്താരയുടെ ബോർഡുണ്ടോ നോക്കിയിട്ട് വേണം നമ്മളിവിടെ പാർക്ക് ചെയ്യാൻ. പിന്നെ ഈ ചുരം വഴി പോകുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ എലിഫന്റ് ക്രോസിൻ്റെ ബോർഡ് കണ്ടത്. മിക്കയിടത്തും ഈ ബോർഡുകൾ നമുക്ക് ഈ വഴിക്കുമ്പോൾ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡുകൾ കാണുമ്പോൾ നമുക്ക് ഈ വഴിക്കുമ്പോൾ ശരിക്കും ഒന്ന് പേടി തോന്നുന്നുണ്ടാ. പക്ഷേ ഞാനിതുവരെ ഈ വഴിക്ക് പോയിട്ട് ആനയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ ഇത്ര നാൾ പകൽ സമയത്ത് പോയത്, ഇനിയിപ്പോൾ ചിലപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ ആയിരിക്കാം ഇവന്മാർ വരുന്നത്. വൈകുന്നേരങ്ങളിൽ ഈ റൂട്ടിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങളൊന്നും ഞാൻ തോന്നുന്നുണ്ട്. പിന്നെ അധികം വൈകുന്നേരങ്ങളുള്ള വീഡിയോകളിലൊക്കെയാണ് നമ്മളധികം ഈ വഴിക്ക് ആനകളെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ഫോറസ്റ്റ് റൂട്ടിലും ആനകൾ ഇപ്പോൾ വൈകുന്നേരം തന്നെയാവും വരാം. അപൂർവമായി മാത്രമേ പകൽ സമയം ഉണ്ടാവുള്ളൂ. എന്തായാലും ആനകൾ കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു ചുരാന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഇത്രയും ബോർഡുകൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തുമ്പോൾ ജസ്റ്റൊക്കെ ഒന്ന് സൈഡിലൊക്കെ നോക്കി ഇറങ്ങുക. ഈ വഴിക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, മോളിൽ നിന്ന് ആന വണ്ടി നിർത്തിയിടത്തേക്ക് ആന ഇറങ്ങി വരുന്നത്. ശരിക്കും ഇതിൻ്റെ സൈഡിലുള്ള മലനിരകളെ നല്ല കുത്തനെയുള്ള മലനിരകളാണ് കേട്ടോ. അപ്പോൾ അത്രയും ചെരുവിലാണ് കേട്ടോ ആന നിന്നിരുന്നത്. എന്നിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് വണ്ടിയിലേക്ക്. നമ്മൾ വിചാരിക്കും ഇവിടേക്ക് എങ്ങനെയാണ് ആന നിൽക്കുക എന്നുള്ളത്. പക്ഷേ ആനയ്ക്ക് ഈ ചെരുവുകളൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ആ വീഡിയോ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വാഹനങ്ങളൊക്കെ നിർത്തുമ്പോൾ ശ്രദ്ധിക്കാമെന്ന് പറയുമായിരുന്നു. അതുപോലെ ഈ വഴിക്ക് പോകുമ്പോൾ വേറൊരു ഹൈലൈറ്റ് എന്താ വെച്ചിട്ടുണ്ടല്ല, മുളങ്കൂട്ടങ്ങൾ കണ്ട സൈഡിലൊക്കെ. അപ്പോൾ മുളങ്കാടുകൾ നമുക്ക് ഈ വഴിക്കുമ്പോൾ അത് കൂടുതലായിട്ട് കാണാം. അതങ്ങനെ ഓരോ കൂട്ടങ്ങളായിട്ട് നിൽക്കണതാണ് നല്ല രസമാട്ടോ. അപ്പോൾ ഇത് ആനയ്ക്ക് നല്ല ഇഷ്ടമുള്ള സംഭവം തോന്നുന്നുട്ടോ. അതായിരിക്കാം മിക്കയിടത്തും ആനകളുടെ പ്രസൻസ്. അതായത് ആനത്തര ബോർഡൊക്കെ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നാട് കാണാൻ ചുരം എന്ന് ഞാൻ പറഞ്ഞില്ലേ, നാട് കാണിച്ചുരല്ല, നാട് കാണാൻ ചുരം. അപ്പോൾ ഈ ചുരം അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ നാട് കാണാൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ചുരം അങ്ങോട്ട് കയറി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗൂഡല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം കിട്ടും. എന്നുവെച്ചാൽ തമിഴ്നാടായി. ചുരത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞാൽ
നമ്മൾ പിന്നെ സ്ഥലത്തേക്ക് ഒരു ലക്ഷ്യമില്ലാണ്ട് പോവുകയാണെങ്കിൽ നമുക്കവിടെ കുറേ ഓപ്ഷനുകൾ കിട്ടും. അത് ഇതൊക്കെയാണ്. ഒന്ന് വയനാട്, പിന്നെ മുതുമല കാടുകൾ വഴി നമുക്ക് മൈസൂർ പോവാം. ആ വഴിക്ക് തന്നെ നമുക്ക് മസീനഗുഡി വഴി ഊട്ടിക്ക് പോവാം. പിന്നെ ഊട്ടിക്ക് പോകാനേ വേറെ നല്ല ഭംഗിയുള്ള ഒരു വഴിയും കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഭംഗിയുള്ള നാടുകൾ കാണാൻ നമുക്ക് നാട് കാണിച്ചുരം കയറി പോകാം. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ നാടുകളുടെയും ഫുൾ വീഡിയോ ശിവസ്മൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളത് കാണുകയാണെങ്കിൽ ഈ വഴിക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്ന വരികനെ. ഇപ്പം നല്ല ചൂടൊക്കെ അല്ലേ. അപ്പോൾ നാട് കാണിച്ചുരം കയറി നമുക്ക് നാട് കണ്ടൊന്ന് തണുക്കാം. യാത്രാവിശേഷങ്ങൾ ഇനിയും തുടരും. അപ്പോൾ അതൊക്കെ നിങ്ങളിലേക്ക് എത്താൻ ശിവസ്മൻ ചാനലൊന്ന് സബ് ചെയ്തോളൂ. അപ്പോൾ താങ്ക്സ് ഉണ്ട്.